ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ആ മഞ്ഞ് കണ്ടപ്പോഴത്തേക്കിന്ന് നല്ല മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെട്ടമായിരുന്നു കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇന്നത്തെ. അതായത് നല്ല വെട്ടവും നല്ല വെയിലും ഒക്കെ ഉള്ളത്. ഇന്ന് എൻ്റെ കുറേ തുണികളും എൻ്റെ ഒരുവിധം ജോലികളെല്ലാം ഇന്ന് നല്ല പോസിറ്റീവായിട്ട് തന്നെ നടന്ന് കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ. അത് ഈ മഴയൊക്കെ മൂടിക്കെട്ടി, എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് നമുക്കിങ്ങനെ എന്താ പറയേണ്ടത്, അമിതമായാൽ അമൃതും വിഷവും എന്ന് പറയത്തില്ല, അതുപോലെയാണ്. കുറേയൊക്കെ മഴ അങ്ങോട്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ദിവസം എനിക്ക് നല്ല ദിവസമായിരുന്നു. അപ്പോൾ അതേ ഞാൻ പാത്തൂട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കി. മദ്രസ അന്നത്തെ ദിവസം സ്കൂളില്ലാത്തത് കൊണ്ട്, അന്ന് അവധിയല്ലായിരുന്നു, അതുകൊണ്ട് സ്കൂളില്ലാത്തത് കൊണ്ട് രാവിലെ ആയിരുന്നു കേട്ടോ. അതായത് 9 മണി മുതൽ 10:30 വരെയായിരുന്നു. ഇപ്പം നബിദിനമൊക്കെ ആയില്ലേ. നബിദിനം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ, പാട്ട്, പ്രസംഗം, മതപ്രഭാഷണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് അങ്ങനെ ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ പാത്തുകുട്ടി ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ ചേർന്നിട്ടുണ്ട്. മദ്ഹ് ഗാനം പാടാനും പ്രസംഗത്തിനും സംഭാഷണത്തിനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടാക്കി. പിന്നെ തിരികെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, കുറേ തുണികളുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഉള്ള വെയിലിൽ നമ്മൾ തുണികളൊക്കെ ഉണക്കിയെടുക്കണം. പിന്നെ ഈ മല്ലി, മുളക്, അരിയൊക്കെ ഉണക്കിയെടുക്കുന്നവർക്ക് പൊടിപ്പിക്കാനൊക്കെയുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ എന്തായാലും കൊച്ചിനെ മദ്രസയിൽ കൊണ്ടാക്കി തിരികെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അനിയത്തി അവിടെ പാത്രങ്ങളൊക്കെ എന്നും ചെയ്യുന്നത് പോലെ തന്നെ തേച്ച് മടക്കി എടുക്കുന്നുണ്ട്. അപ്പമ്മക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. കാപ്പിയൊക്കെ ഞങ്ങളെല്ലാവരും കുടിച്ചു കേട്ടോ. പാല് കിട്ടാൻ ഇന്ന് ഒരുപാട് താമസിച്ചു. അതായത് ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് വാപ്പ വന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കടമുക്കി പോകും കേട്ടോ. പിന്നെ കയറി വരുന്നത് ഒരു 8 മണിക്കാണ്. പക്ഷേ അന്നത്തെ ദിവസം കയറി വന്നപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു. വേറൊന്നുമല്ല, ബൈക്കിൻ്റെ കേബിൾ വള്ളി പൊട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയും കുറേ താമസിച്ചു. ഞാൻ പിന്നെ വന്ന് എൻ്റെ ജോലിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഇടയ്ക്ക് വാപ്പ ഇങ്ങനെ ഓട്ടോ പിടിച്ചിട്ട് വന്ന് ഞങ്ങൾക്ക് പാലും അതുപോലെ മീനും ഒക്കെ കൊണ്ടു തന്നിട്ട് വീണ്ടും പോയി. അങ്ങനെ എന്തായാലും അനിയത്തി പാത്രമൊക്കെ കഴുകി കഞ്ഞിക്ക്, അതായത് കഞ്ഞി എന്ന് പറയുമ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കലമൊക്കെ കഴുകി വെള്ളമൊക്കെ കൊണ്ടുവന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ വിറകൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പറക്കി വെയിലത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ ചുള്ളികളുണ്ടല്ലോ, അതെല്ലാം കൂടെയൊക്കെ ഒടിച്ച് പറക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. കുറച്ച് വെയിലും വെട്ടമൊക്കെ കിട്ടട്ടെന്നേ, എന്നിട്ട് നമുക്ക് അടുക്കളയിലോട്ട് കൊണ്ടുവെക്കാം. പിന്നെ ഈ മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ നമസ്കാരക്കുപ്പായവും മുസല്ലയും ഒക്കെ കഴുകിയിടുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഈ മഴ തുടങ്ങിയതിന് ശേഷം എനിക്ക് കഴുകിയിടാനായിട്ട് പറ്റില്ല. കാരണം കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കണം, അതുപോലെ എന്താ പറയേണ്ടത്, ഉണങ്ങി കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊന്നും ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ എടുത്തിട്ടാണ് കഴുകിയത്. നല്ല വെയിലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ആദ്യം തന്നെ പൊടിയിൽ മുക്കി വെച്ചത് എൻ്റെ നമസ്കാരക്കുപ്പായവും മുസല്ലയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെയിലുണ്ട്. മുറ്റം അടിക്കാനായിട്ട് പോകുക കേട്ടോ. അതേ കണ്ടല്ലേ, ഇത് കിണറ്റ് വശമാണേ. അന്ന് നമ്മളിങ്ങനെ എടുത്തൊരു കുഞ്ഞ് തൈ നട്ടില്ലായിരുന്നു, അതേ കണ്ടില്ലേ, അതിലൊരു മുളക് വന്നിട്ടുണ്ടേ. കണ്ടില്ലേ, അടുത്ത പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത മുളക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പൂത്തിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിൽ നിന്ന് എടുത്തങ്ങ് തറയിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മുളകുണ്ടാവും. കണ്ടില്ലേ കിണർ കിടക്കുന്നത്.
കണ്ടില്ലേ, മുറ്റമടിക്കാൻ വേണ്ടിയിട്ടും കുന്നോളം ഉണ്ട് കേട്ടോ. നമ്മൾ തൂത്തും എടുത്താലും ഇലകൾ ഇങ്ങനെ വീണ് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പോൾ മരത്തിലൊന്നും ഇലയില്ല, ആ വിധത്തിലെല്ലാം ഒരു കൊട്ടയോളമാണ് നമ്മളിപ്പോൾ തൂത്തുകൂട്ടി വാരിക്കൊണ്ട് കളയുന്നത്. കത്തത്തും ഇല്ലല്ലോ, നല്ല തളിരിലയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു തളിരില പൊഴിയുന്ന സമയമല്ല, പക്ഷേ ചില വെട്ടിയിടുന്നതായിരിക്കും. കാരണം അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ഇതിൽ മാവുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഇതുപോലെ ഇത്രയ്ക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മാവിൽ കെണി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാങ്ങ ഉണ്ടാവുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ ഈ വെട്ടിൽ അങ്ങനെയുള്ള പ്രാണികളെല്ലാം ആ ഒരു അതിലൊരു സംഭവമുണ്ട് കേട്ടോ. അവരിങ്ങനെ ഒരു വിഷം പോലെയാണ് അതിങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് അടിക്കുമ്പോഴത്തേക്കും ഈ ചെറിയ പ്രാണികൾ, ഈച്ച, കൊതുക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുപ്പിക്കകത്ത് വന്ന് നിറഞ്ഞു കിടക്കും. അപ്പോൾ ഫുള്ള് അതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞ് കാണും. അതല്ലെങ്കിൽ ഇങ്ങനെ ഈ വെട്ടി ഇങ്ങനെ ഇടത്തില്ലല്ലോ. അപ്പോൾ ആ കുപ്പി നിറയെ പ്രാണികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, നമ്മളതെടുത്ത് മാറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. മാറ്റണം. അപ്പോൾ 3 ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണമാണ് നമ്മൾ കെട്ടിയിട്ട് കൊടുത്തത്. ഇനിയിപ്പം അടുത്തത് മാവ് പൂക്കാറാകുമ്പോഴേ കെട്ടാൻ പറ്റത്തുള്ളൂ, ഇപ്പോഴേ നമുക്ക് കെട്ടിയിടാൻ പറ്റത്തില്ല. അങ്ങനെ എന്തായാലും എൻ്റെ മുറ്റമടിപ്പൊക്കെ നടക്കുന്നുണ്ട്. മീൻകറിയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ മുറ്റത്തിറങ്ങി വന്ന് നിൽക്കുന്നത്, മുറ്റം അടിക്കുന്നത് കേട്ടോ. മീൻകറിയും അതുപോലെ തോരനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് കയറി ചെന്നിട്ട് തോരൻ വെച്ച് മീനൊക്കെ വറുത്ത് എടുത്താൽ മതി. അപ്പോൾ ഇന്ന് കുറച്ച് മോര് കറി കാച്ചി എടുക്കണം. മോര് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരിയായി മോര് കറി വെച്ചിട്ട്. അപ്പോൾ മോരിങ്ങനെ ഇപ്പം അടുത്ത സമയത്തൊന്നും മേടിക്കലില്ലായിരുന്നു കേട്ടോ. ഇപ്പം മോരിങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ ഒത്തിരി നാളുകൊണ്ട് നമ്മൾ മോര് കറി കൂട്ടാതിരിക്കുന്നത് കൊണ്ട് ഒന്ന് കൂട്ടാൻ ഭയങ്കര കൊതിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ മീൻ കറിയും നല്ല പച്ച തൈരും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഈ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാനെടുത്ത് മാറ്റിയിട്ടിരുന്നതാണ് ഈ ഒരു മാറ്റ് കേട്ടോ. വേറെ ഒന്നുമല്ല, പട്ടി കയറി കിടന്നിട്ട് ഞാൻ അങ്ങനെ എടുത്തങ്ങ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ മുറ്റം അടിച്ചപ്പോൾ അതവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് ഒന്ന് കഴുകിയിടാം, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. കൊണ്ടുവന്ന് അതും ഒന്ന് തേച്ചൊരച്ച് കഴുകി വെയിൽ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ആ മുളക് അങ്ങ് നടാനായിട്ട് പോവുക കേട്ടോ. പിന്നെ നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് പിന്നെ ഓർക്കാറ് പോലും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ റംബൂട്ടാൻ നമ്മൾ വെച്ചില്ലേ, റംബൂട്ടാൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി കേട്ടോ. പടച്ചവനെ അത് തളർത്ത് വരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 2 തൈ വെച്ചതിൽ ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ് തൈ മേടിച്ച് നടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കുഴി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗ് മണ്ണ് നിറഞ്ഞിരിക്കുമല്ലേ, ആ മണ്ണിങ്ങനെ പൊട്ടിപ്പോകാതെ എടുത്ത് ഈ ഒരു കുഴിക്കകത്ത് വെക്കണം. അനിയത്തിയുടെ കയ്യിലാണ് ഞാൻ മൊബൈൽ കൊടുത്തത്, അപ്പോഴത്തേക്കും ട്രൈപോഡ് ഇല്ലാതെ കൊടുത്തതാട്ടോ. അപ്പോൾ എടുത്തത് ശരിയായില്ല. അപ്പോൾ ഞാൻ കുഴിയൊക്കെ എടുത്ത് ഈ ഒരു മുളക്, നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ, അപ്പോൾ നല്ലതുപോലെ പിടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇവിടെ മുന്നേയും ഉമ്മച്ചി മുളകൊക്കെ നട്ടിട്ടുള്ളതായിരുന്നു. അതായത് ഉണ്ടമുളക്, നമ്മൾ ഈ കറുപ്പച്ച മുളക്, ഞങ്ങളിവിടെ പറയുന്ന കൊല്ലമുളക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രോ ബാഗ് കയറിയിട്ട് നമുക്ക് ഈ കുഴിക്കകത്തോട്ട് ഇതങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം, എന്നിട്ട് നല്ലതുപോലെ മണ്ണുറപ്പിച്ച് കൊടുക്കാം. ഞാനിതിങ്ങനെ എടുത്തപ്പോൾ തന്നെ പൊട്ടിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രോ ബാഗിൽ ആദ്യം നിന്നത് ഒരു ചെടിയായിരുന്നു. എന്ത് ചെടിയെന്ന് പറഞ്ഞാൽ റോസയാണോ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയാം, ഒരു ചെടിയായിരുന്നു. അതങ്ങ് ഉണങ്ങി കരിഞ്ഞു പോയി നിന്നതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മണ്ണിങ്ങനെ ഇളക്കി പദം വരുത്തിയിട്ടാണ് ഇതിങ്ങനെ ചെറുതായിട്ട് കാട്ടിൽ പിടിച്ച് നിന്ന ഒരു തൈയായിരുന്നു കേട്ടോ, മുളക് തൈ. അത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഈ ഗ്രോ ബാഗിലാക്കിയതാണ്. അപ്പോൾ എന്തായാലും ആൾ ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ണിലിരിക്കുമ്പോൾ ഒന്നുകൂടി അതൊന്ന് ഉഷാറാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേര് പോയി നല്ലതുപോലെ ഒന്ന് തളർത്ത് കൊഴുത്ത് നിൽക്കട്ടെ ആൾ. അങ്ങനെ അതും അങ്ങ് മണ്ണിലിറക്കി വെച്ചു. പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, സാധാരണയുള്ള അടുക്കള പാചകം തന്നെയാണ്, അതെന്നും കാണുന്നതല്ലേ. ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെ എടുത്തങ്ങ് നിർത്തിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പഴയ വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ബൈ.